സഹസ്രവാക്യം 7-ാം അധ്യായത്തിലെ ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. നീ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും എന്തുപോലെ കാത്തുകൊള്ളണം? കണ്ണിന്റെ കൃഷ്ണമണി പോലെ. വിരലിന്മേലും ഹൃദയത്തിന്റെ പലകയിലും എഴുതേണ്ടതെന്ത്? ദൈവത്തിന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും. ജ്ഞാനത്തോട് നീ എൻ്റെ ആരെന്നാണ് പറയേണ്ടത്? സഹോദരി. ആരോടാണ് സഖി എന്ന് പേർ വിളിക്കേണ്ടത്? വിവേകം. ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്ന് നിന്നെ കാക്കുന്നതെന്ത്? ജ്ഞാനവും വിവേകവും. ആരാണ് ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത്? പക്ഷി. ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയും വായിലെ എന്ത് ശ്രദ്ധിക്കുകയും ചെയ്യണം? വചനങ്ങളെ. ആരുടെ പാതകളിലേക്കാണ് തെറ്റിച്ചെല്ലാൻ പാടില്ലാത്തത്? വേശ്യാസ്ത്രീയുടെ. കരളിൽ എന്ത് തറയ്ക്കുവോളമാണ് ഭോഷൻ വേശ്യാസ്ത്രീയുടെ പിന്നാലെ ചെല്ലുന്നത്? അസ്ത്രം. വേശ്യാസ്ത്രീയുടെ വീട് എവിടേക്കുള്ള വഴിയാകുന്നു? പാതാളത്തിലേക്കുള്ള. സഹസ്രവാക്യം 8-ാം അധ്യായത്തിലെ ബൈബിൾ ക്വിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.